വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം എനിക്ക് വന്നിട്ടുള്ള ഒരു മെയിലിനെ സംബന്ധിച്ചാണ് കേട്ടോ. അതിൽ ആ കുട്ടി ചോദിച്ച ഒരു ഡൗട്ട് ഞാനിവിടെ തംബ്നെയിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചേച്ചി, ഓവുലേഷൻ ദിവസം കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് നിശബ്ദമായി കിടന്നു കഴിഞ്ഞാൽ ബീജസങ്കലനം ആട്ടോ ഉദ്ദേശിക്കുന്നത്. ബീജസങ്കലനം നടന്നതിൻ്റെ കുത്തുന്നത് പോലുള്ള വേദന അനുഭവപ്പെടും എന്ന് കേട്ടു. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്നതിനെ പറ്റിയിട്ടായിരുന്നു കമൻറ്റ് നമുക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ വേദന അനുഭവപ്പെടുമോ, അങ്ങനെയാണെങ്കിൽ ഏത് സമയത്തായിരിക്കും ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് കൺസീവ് ആയിട്ടുണ്ട്. നാച്ചുറലി കൺസീവ് ആകുന്ന എല്ലാവരും തന്നെ അവരുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നത് കൊണ്ടോ അതുപോലെ വർക്കൗട്ട്സ്, ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഇതൊക്കെ ഫോളോ ചെയ്തത് കൊണ്ടാണ് കൺസീവ് ആയിട്ടുള്ളത്. ഞാനൊരു ഡോക്ടറോ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലോ അല്ല. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള മെഡിക്കേഷൻസും ടിപ്സും ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. മറിച്ച് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ്, യോഗ പോസുകൾ, ഫുഡ് ഐറ്റംസ് ഇതൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സക്സസ് സ്റ്റോറി എന്ന് പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുവാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ ചാനലിൽ കയറിയിട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഫോളോ ചെയ്തിട്ടാണ് എല്ലാവരും കൺസീവ് ആയതെന്ന് എന്നതിൻ്റെ അവർ തന്നെ പറയുന്ന സക്സസ് സ്റ്റോറീസിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഞാൻ ഒരിക്കലും ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനും ട്രീറ്റ്മെൻറ്റ്സിനും വേണ്ടിയിട്ട് നിങ്ങൾ ഡോക്ടറെയാണ് സമീപിക്കേണ്ടത്. അതുപോലെ തന്നെ ചാനലിൽ നമുക്കൊരു ജോയിൻ ബട്ടൺ ഇനേബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നിങ്ങളിടുന്ന കമൻസിന് പ്രോംപ്റ്റ് ആയിട്ട് റിപ്ലൈ ലഭിക്കണമെന്നുണ്ടെങ്കിലോ ജോയിൻ ബട്ടൺ ഇനേബിൾ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓവുലേഷൻ കാൽക്കുലേഷൻ, ഓവുലേഷൻ കഴിഞ്ഞിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ഫുഡ് ഐറ്റംസ് നിങ്ങൾ എടുക്കണം, അങ്ങനെ എല്ലാ പേഴ്സണൽ ഗൈഡൻസും നിങ്ങൾക്ക് ആ ഒരു ടെലിഗ്രാം അക്കൗണ്ടിലൂടെ എനിക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. 89 രൂപയ്ക്കോ 159 രൂപയ്ക്കോ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ടെലിഗ്രാം അക്കൗണ്ട് കൊടുക്കുന്നത്. അതിനർത്ഥം മെമ്പർഷിപ്പ് എടുക്കാത്തവർക്ക് ഈ ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല എന്നല്ല കേട്ടോ. നിങ്ങൾക്കും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ കിട്ടുന്നതാണ്. പക്ഷേ വളരെ കൂടുതലായിട്ട് അപ്പം തന്നെ ഇടുന്ന മെസ്സേജിന് റിപ്ലൈ വേണം, വോയിസ് ചാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടെലിഗ്രാം അക്കൗണ്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഓവുലേഷൻ ഡേറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഓവുലേഷൻ ഡേറ്റിൽ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റം വെച്ചിട്ട് പ്രഗ്നൻസി കൺഫേം ചെയ്യാമോ എന്നതിനെ പറ്റിയിട്ടാണ്. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിലൂടെ നടക്കുന്ന അത്രയും നമുക്ക് കാണാൻ വിസിബിൾ ആകാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രോസസ്സാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. കുറച്ച് നാളുകൾക്ക് മുൻപൊക്കെ യൂട്യൂബിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എത്രമാത്രം റിലയബിൾ ആണ് ആ വീഡിയോ എന്ന് എനിക്കറിയില്ല. കാരണം എഗും സ്പേമും തമ്മിൽ ജോയിൻ ആകുന്ന സമയത്ത് ഒരു പ്രകാശവലയം രൂപപ്പെടുന്നത് പോലെ ഒരു എഫക്റ്റ് അവിടെ ഉണ്ടാകുന്നത് പോലുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഞാൻ പഠിച്ചപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടാവും എന്നൊക്കെ പഠിച്ചപ്പോഴേക്കും കണ്ട ഒരു കാര്യമായിരുന്നു. അത് മൈക്രോസ്കോപ്പിലൂടെ കാണുന്ന നമുക്ക് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അതെന്നതിനെ പറ്റിയിട്ട്. നമ്മൾ സ്കാനിങ് മെഷീനിൽ സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്താണെങ്കിലും ഏർലി സ്റ്റേജിൽ ഇതൊക്കെ എംബ്രിയോനൊക്കെ വിസിബിൾ ആകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അതിനത്രയും ഡിറ്റക്ട് ചെയ്യുന്ന പാകത്തിനുള്ള ലെവലിൽ ഈ ഒരു എംബ്രിയോ ഫോർമേഷൻ എത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ ഫോം ചെയ്യുന്നത് കാണാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാകും. ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം, ഇങ്ങനൊരു കുത്തുന്നത് പോലുള്ള വേദനയിലൂടെ നമുക്ക് ആ ഒരു ബീജസങ്കലനം നടന്നത് മനസ്സിലാക്കാൻ പറ്റുമോ എന്നതിനെ പറ്റിയിട്ടാണ്. ഈ കുത്തുന്നത് പോലുള്ള വേദന നമുക്കുണ്ടാകും എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6th ഡേ മുതലുള്ള സമയത്ത്. ഈ ഒരു സമയത്താണ് നമ്മുടെ യൂട്രസിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോ വന്ന് അറ്റാച്ച് ആകാനായിട്ട് തുടങ്ങുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് കുത്തുന്നത് പോലുള്ള ഒരു പ്രഷറിങ് എഫക്റ്റ് പോലുള്ളൊരു വേദന, അല്ലെങ്കിൽ പീരിയഡ്സിന്റെ ആദ്യ ദിവസം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് പോലുള്ള ചെറുതായിട്ടുള്ള വേദന നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ എംബ്രിയോ ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് യൂട്രസിന്റെ ലൈനിങ്ങിലോട്ട് എത്തി അതിന് കംഫർട്ട് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഇത് അറ്റാച്ച് ആവാനായിട്ട് തുടങ്ങുന്നത്. ഇത് അറ്റാച്ച് ആകുന്ന സമയത്ത് അവിടെയുള്ള ഉണ്ടായിട്ടുള്ള ടിഷ്യൂസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട്, എൻഡോമെട്രിയൽ ടിഷ്യൂസിലോട്ട് ഇത് അറ്റാച്ച് ആകുമ്പോൾ അവിടെയുള്ള കുറച്ച് ടിഷ്യൂസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഇത് ബോഡിയിൽ എംബഡഡ് ആവുകയാണ്, അല്ലെങ്കിൽ ബോഡിയുടെ ഉള്ളിലോട്ട് ഇത് അറ്റാച്ച് ആകുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. ഈ ഒരു മാറ്റം ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് ഇതുപോലെ കുത്തുന്നത് പോലുള്ള ഒരു സെൻസേഷൻ ശരീരത്തിൽ ഫീൽ ചെയ്യുന്നത്.
ആ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ശരീരം മോണിറ്റർ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം മെജോറിറ്റി ആളുകൾക്കും അത് ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓരോരുത്തരുടെ ശരീരപ്രകൃതി ഡിഫറെൻ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കുത്തുന്നത് പോലെയുള്ള വേദന ആയിരിക്കില്ല ഉണ്ടാകുന്നത്, മറിച്ച് കൊളുത്തി പിടിക്കുന്നത് പോലെയോ വലിഞ്ഞു മുറുകുന്നത് പോലെയോ. ഇനി ചിലപ്പോൾ ഒരു ലക്ഷണങ്ങളും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഫീൽ ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കുത്തുന്നത് പോലുള്ള ഒരു വേദന നിങ്ങൾക്ക് അനുഭവപ്പെടണമെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് 6th ഡേ എങ്കിലും കംപ്ലീറ്റ് ആവണം. 6th ഡേ മുതൽ ഇംപ്ലാന്റേഷന്റെ പ്രോസസ്സ് നടക്കുമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടി തന്നെയും ഏകദേശം 8ാമത്തെയും 9ാമത്തെയും 10ാമത്തെയും ഒക്കെ ദിവസം എടുക്കുന്ന സമയത്തായിരിക്കും ആ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് ഉണ്ടാകുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു കുത്തുന്നത് പോലുള്ള വേദന ആ ഒരു ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് അനുഭവപ്പെടാത്തതെന്ന് നമുക്ക് നോക്കാം. ഫെർട്ടിലൈസേഷൻ ഉണ്ടാകുന്നത് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ ഓവറിയിൽ നിന്ന് പൊട്ടി പുറത്തേക്ക് വരുന്ന എഗ്ഗിനെ നമ്മൾ ആഗിരണം ചെയ്തെടുക്കുന്നത് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബാണ്. ഈ ഫെർട്ടിലൈസേഷൻ നമ്മൾ ഇജാക്കുലേഷൻ സംഭവിച്ച് ശരീരത്തിനകത്തേക്ക് എത്തുന്ന ബീജങ്ങളെല്ലാം തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ട്യൂബിന് അവിടെ വെച്ചിട്ടാണ്. ഇവിടെ ഈ ബീജം എഗ്ഗുമായിട്ട് ചേരുന്നത് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സെൻസേഷൻ വയറിന്റെ ഭാഗത്ത് ഫീൽ ചെയ്യില്ല. ബീജസങ്കലനം നടന്നു കഴിഞ്ഞാൽ ഒരുപാട് സെൽ ഡിവിഷൻ കഴിഞ്ഞ് പയ്യെ ഇത് ട്രാവലിംഗ് തുടങ്ങിയാണ് ഇത് കൃത്യമായിട്ട് എത്തുന്നത്. ഈ ബീജസങ്കലനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫലോപ്പിയൻ ട്യൂബ് തന്നെ ഇതിങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഫെർട്ടിലൈസേഷന്റെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നിങ്ങൾക്ക് നല്ലതുപോലെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും കേട്ടോ. ഇതിങ്ങനെ പ്രഷറൈസ് ചെയ്ത് പുള്ളി ചെയ്തിട്ടാണ് നമ്മളെ ആ ഒരു എൻഡോമെട്രിയം ക്യാവിറ്റിയിലോട്ട് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കുത്തുന്നത് പോലുള്ള ഒരു വേദന നമുക്ക് ഫീൽ ചെയ്യാത്തത്. പിന്നെ വയർ ഒരുപാട് ലെയറുകൾക്ക് അകത്താണ്, അതുകൊണ്ട് തന്നെ ഇത്രയും വേഗത്തിലൊന്നും നമുക്ക് ഇംപ്ലാന്റേഷൻ്റെ പോലുള്ള ക്രാംസ്, അതായത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് ആ മൊമെന്റിൽ തന്നെ ഒരിക്കലും ആ ഒരു ക്രാംസ് നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ആ മൈൻഡിൽ നിന്ന് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ഒരു ലക്ഷണമായിട്ട് കുറേയും കൂടി ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് ഏർലി പ്രഗ്നൻസിയിൽ നമുക്കുണ്ടാകുന്ന ഡിസ്ചാർജ് ആണ്. ചില ആളുകൾക്ക് ഓവുലേഷൻ ഡേറ്റിൽ നിങ്ങളിപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നു, അല്ലെങ്കിൽ അതിന് മുൻപത്തെ സമയങ്ങളിൽ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് നിങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസമോ അല്ലെങ്കിൽ നിങ്ങൾ എക്സാക്ട് ഓവുലേഷൻ ഡേറ്റിലോ കോൺടാക്ട് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഇപ്പോൾ നിങ്ങൾ നേരത്തെ മുതൽ തന്നെ ഇന്ന് 14th ഡേ ആണ് നിങ്ങൾക്ക് ഓവുലേഷൻ വരുന്നതെന്ന് വിചാരിക്കുക. 12th ഡേയിലും അതിനടുത്ത ദിവസങ്ങളിലുമൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് എഗ്ഗ് വരുന്ന സമയത്ത് എഗ്ഗ് പൊട്ടി പുറത്തേക്ക് വരുന്നത് ഒരു ഉച്ച സമയത്താണെന്ന് വിചാരിക്കുക. ഈ സമയത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നില്ല, പക്ഷേ ഈ സമയത്ത് നമ്മുടെ ശരീരത്തിനകത്ത് സ്പേം സെൽസ് ഉണ്ട്. നമ്മൾ പ്രീവിയസ് ആയിട്ട് കോൺടാക്ട് ചെയ്തതിന്റെ സ്പേം സെൽസ് ഉണ്ട്. അത് ഫെർട്ടിലൈസ്ഡ് ആകാനായിട്ടുള്ള ചാൻസസ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഇനി അതിന്റെ ഫെർട്ടിലൈസേഷൻ ശരീരത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള 14th ഡേ എക്സാക്ട് ഓവുലേഷൻ ഡേറ്റിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത് രാത്രിയാണെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ദിവസങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലായിട്ട് ഡിസ്ചാർജ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോഴേക്കും സെർവിക്സ് ക്ലോസ്ഡ് ആകുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്കൊന്നും സെർവിക്സിന്റെ അകത്തേക്ക് കടക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സെർവിക്സ് ക്ലോസ്ഡ് ആയി പോകും. അപ്പം നമുക്ക് ശരീരത്തിന് പുറത്തേക്ക് ഇങ്ങനെ തിരിച്ചൊഴുകി വരുന്ന ഡിസ്ചാർജിന്റെ അളവ്, സ്പേമിന്റെ ലിക്വിഡ്സിന്റെ അളവ് വളരെ കൂടുതലായിട്ട് ഫീൽ ചെയ്യും. ആ ഒരു ലക്ഷണം ഒരുപാട് പേരുണ്ടാകുന്നതായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ചിലപ്പോൾ ഏകദേശം നമുക്കൊന്ന് പ്രഗ്നൻസി ഇത് ആയിട്ടുണ്ടല്ലോ, കാരണം കൂടുതൽ ഡിസ്ചാർജ് പോരുന്നുണ്ടല്ലോ എന്നുള്ളൊരു അസംഷൻ നമുക്ക് എത്താനായിട്ട് സാധിക്കും. ആ ഒരു ലക്ഷണം മാത്രമേ വെരി നെക്സ്റ്റ് ഡേ തന്നെ, അതായത് ആ ഒരു മൊമെന്റിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കൂടുതൽ വായിച്ചപ്പോഴേക്കും എനിക്കതാണ് മനസ്സിലായത്. അതുപോലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുമുണ്ട് കൂടുതൽ ലീക്കേജ് ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റിവിറ്റിന്ന് കൂടുതൽ പേരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ലക്ഷണങ്ങളെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഈ ഒരു ക്രാംസ് നമുക്കങ്ങനെ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ ഈ ഒരു ലക്ഷണം ഫീൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും കോൺടാക്ട് കഴിഞ്ഞിട്ട് ഒരുപാട് മണിക്കൂറുകളോളം നമ്മൾ വാഷ്റൂമിൽ പോവാതെ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കരുത് കേട്ടോ. കാരണം കോൺടാക്ട് കഴിഞ്ഞാൽ 30 മിനിറ്റിനകത്ത് നമുക്ക് ബീജസങ്കലനം സംഭവിക്കും. ഈ 30 മിനിറ്റ് വരെയും അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് വരെയും യൂറിനേറ്റ് ചെയ്യാതെ നമ്മൾ ഇരിക്കുന്നത് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് വർദ്ധിക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. കോൺടാക്ട് കഴിഞ്ഞാൽ ഒരു 50 മിനിറ്റ്സ് മാത്രമേ നമ്മൾ ബെഡിൽ ലെഗ് അപ്പ് ദ വാൾ പൊസിഷനിലോ സൈഡ് തിരിഞ്ഞിട്ടോ അല്ലെങ്കിൽ ബ്രിഡ്ജ് പോസിലോ അല്ലെങ്കിൽ ഇനി ഒന്നും ചെയ്യാതെ നീണ്ടു നിവർന്ന് ാണെങ്കിലും നമുക്ക് കിടക്കാൻ പറ്റുന്നത് 50 മിനിറ്റ്സ് വരെ മാത്രമാണ്. അതിനുശേഷം നിങ്ങൾ വെള്ളം കുടിക്കണം, യൂറിനേറ്റ് ചെയ്യണം, നമ്മുടെ ആ ഒരു പ്രൈവറ്റ് പാർട്ടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ലക്ഷണം ഉണ്ടാകുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസത്തിന് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇംപ്ലാന്റേഷന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവാറില്ല. കഴിഞ്ഞ ദിവസം ലൈവിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി 20 വീക്സ് പ്രഗ്നൻസി ആയി, പക്ഷെ എനിക്ക് ഒരിക്കൽ പോലും ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
കാരണം വയറ് പുറത്തേക്ക് അധികം ചാടിയിട്ടില്ല, ഒരുപാട് വയറൊന്നുമില്ല, പക്ഷെ കുഞ്ഞ് ഹെൽത്തിയാണ്, വയറ് പുറത്തേക്ക് ചാടുന്നില്ല, അതുപോലെ വോമിറ്റിംഗ് ഇല്ല, ഒരു സൈഡ് എഫക്ട്സും ഇല്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ആലോചിച്ചിട്ട് നിങ്ങളുടെ സിംറ്റംസ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അമിതമായിട്ടുള്ള ഹോപ്പ് വെക്കേണ്ട, പീരിയഡ്സ് ആയിരിക്കും എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസത്തിന് ശേഷം എന്തായാലും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.